നമുക്കിന്ന് ഇറച്ചിയിൽ ഉരുളക്കിഴങ്ങിട്ട് കറി വെച്ചെടുക്കാം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇറച്ചി കറി വെക്കണം നേരത്തെ ഒന്നെങ്കിൽ പച്ചക്കായ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേ 1 കിലോ ഇറച്ചി കഴുകി വൃത്തിയാക്കി ഒരു ഊട്ടപാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. കുറച്ച് എല്ലോട് കൂടിയുള്ള ഇറച്ചിയാണ് കേട്ടോ. ഇനി നമുക്ക് കുക്കറിലോട്ട് അത് വേവിക്കാനായിട്ട് വെക്കാം. വേവിക്കാനായിട്ട് വെക്കുമ്പോഴത്തേക്ക് അതിലോട്ട് 2 സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുക്കാം കേട്ടോ. ഞാൻ ഈ വേണ്ടെന്നും പറഞ്ഞിട്ട് കുഴക്കണം കാര്യമേ, കൈയായിട്ട് എല്ല് കുത്തിക്കൊള്ളണം. ഇനി നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് 5-6 വിസിലടിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കറക്റ്റ് വിസിലൊന്നും പറയുന്നില്ല, കാരണം അത് ഓരോരുത്തരുടെ കുക്കറും പിന്നെ നമ്മൾ വാങ്ങുന്ന ഇറച്ചിയുടെ വേവൊക്കെ അനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ ഒരു 6 വിസിലടിച്ചിട്ട് ഇതേ കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് തീ കൂട്ടി വെച്ചിട്ട് ഒരു 2 വിസിലും കൂടി അടിക്കാം. ഇനി നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഉള്ളിയും കറിവേപ്പിലിട്ട് വഴറ്റി കൊടുക്കും. പൊടികളായിട്ട് ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് മൂപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ഉരുളക്കിഴങ്ങും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ട് പാത്രമുള്ള കേട്ടോ.